ഈ കുംഭമേള കേരളത്തിലെ പ്രസക്തി എന്താണ് ഇപ്പോഴത്തെ കുംഭമേളയുടെ? നേരത്തെ ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ വർഷമാണ് ഇതിനെ നമ്മളൊരു മീഡിയ അറ്റൻഷനൊക്കെ വരുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലൊരു കുംഭമേളയുടെ ഒരു സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്? പ്രധാനമായിട്ടും കുംഭം, മാഘം, പുഷ്കരം ഈ 3 പേരുകളിലാണ് ഭാരതത്തിൽ പൊതുവിൽ വലിയ തരത്തിലുള്ള ഹൈന്ദവ ധർമ്മ സംഗമങ്ങൾ നടക്കുന്നത്. ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ്, ഒരുപക്ഷെ മുഗൾ കാലഘട്ടത്തിനും മുമ്പ് എന്ന് പറയാം, ഇത് ധർമ്മം അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു വേദി കൂടിയായിരുന്നു. ധാർമ്മികമായിട്ടുള്ള ഒരടിത്തറയിൽ സമാജത്തിൻ്റെ, ദേശത്തിൻ്റെ ഭരണം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേളനം അല്ലെങ്കിൽ ഒരു സംഗമം, അതായത് ധാർമ്മിക ആചാര്യന്മാരും വിദ്വത് സദസ്സും ചേർന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു സംഗമം കൂടിയാണ് ഈ കുംഭമേളകൾ, പുഷ്കരമേളകൾ, മാഘമേളകളൊക്കെ. അത് ഒരു ആധ്യാത്മിക സംഗമമാണ്, ഒരുപാട് ദേവതാനുഷ്ഠാനങ്ങളുള്ള കാര്യമാണ്, അതേസമയം സാമാജികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അത് എത്ര കാലം തുടർന്നിട്ടുണ്ടാവും? ഏത് കാലത്താണ് തുടങ്ങിയിട്ടുണ്ടാവുക, ഏത് കാലത്താണ് നിന്നിട്ടുണ്ടാവുക? അതായത് എന്നാണോ അത്തരത്തിലുള്ളൊരു ഭരണവ്യവസ്ഥ ആവശ്യമായി വന്നത്. ഇപ്പോൾ കേരളത്തിൽ മാഘത്തിൻ്റെ ചരിത്രം ഇപ്പം അങ്ങേക്കും സ്വാഭാവികമായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും. കാരണം ആദ്യം ധാർമ്മിക സംഗമം മാത്രമായിട്ട് ഇത് നടന്നു വന്നു. വിദ്വാൻമാരും ആചാര്യന്മാരും ഒക്കെ അപ്പോൾ ഗണിതത്തിലെയും ജ്യോതിഷത്തിലെയും ഒക്കെ, ജ്യോതിശാസ്ത്രത്തിലെയും ഒക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇതിരിക്കുന്ന ഇന്ന ആണ്ടിൽ നടന്ന മാഘത്തിൽ, തിരുനാവായ മാഘത്തിൽ വിദ്വത് സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ചത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രാമാണികത പറയുന്നത്. അപ്പോൾ അതിന് കേരളത്തിൻ്റെ ചരിത്രം തന്നെ പറയുന്നത്, കേരളത്തിനൊരു ഭരണാധികാരി ആവശ്യമായി വന്നപ്പോൾ ആദ്യം നമ്മുടെ നാട്ടുവ്യവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ വാൾനമ്പിമാർ ആദ്യം നിയോഗിക്കുന്നത്, അത് ഇത്ര വർഷത്തേക്ക്, അന്ന് 3 വർഷത്തേക്കാണെന്നാണ് ഇപ്പോഴത്തെ ചരിത്ര രേഖകളിൽ കാണുന്നത്. പിന്നീട് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഭരണ സംവിധാനം ആവശ്യമാണെന്ന് വന്നപ്പോൾ പെരുമാക്കന്മാരെ 12 വർഷത്തെ കാലയളവ് എടുത്തിട്ടാണ്. അപ്പോൾ ഈ 12 വർഷത്തെ കാലയളവിൽ ആ 12 വർഷം മാഘം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കാരണം ഈ മാഘമാണ് ധാർമ്മിക വ്യവസ്ഥയിൽ സമാജ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അതാത് കാലത്തിനനുസരിച്ച് പുറപ്പെടുവിക്കുന്നത്, ചർച്ച ചെയ്തു. അപ്പോൾ അതിനുശേഷം പെരുമ്പടപ്പ് സ്വരൂപം, അവസാനത്തെ പെരുമാൾ കൈലാസാരോഹണം ചെയ്തപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം, പിന്നെ വള്ളുവ കോനാതിരി, പിന്നീട് സാമൂതിരി, ഇങ്ങനെയാണ് ഇത് തുടർന്നു വന്നത്. അപ്പോൾ ഹിന്ദു ധർമാധ്യക്ഷന്മാർ കൂടിയാണ് ഈ അന്നത്തെ ഭരണാധികാരി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഗമത്തെ ഒരർത്ഥത്തിൽ അതിൻ്റെ ഈ രാജനൈതിക വ്യവസ്ഥയെ സാനിറ്റൈസ് ചെയ്യുകയാണ് കുംഭമേളയിലടക്കം കൊളോണിയലിസം ചെയ്തത്. നമ്മുടെ റിച്വൽസ് പോലീസിങ്ങിന് വിധേയമായി. അപ്പോൾ അപ്പോഴാണ്, അതായത് ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാജനൈതിക വ്യവസ്ഥ അധാർമികമായി മാറിക്കൊണ്ടിരിക്കുക. രണ്ടാമത്, ഈ എങ്ങനെയാണോ ഭാരതം, പണ്ട് വൈദേശിക ചരിത്രകാരന്മാരൊക്കെ ഇത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി ശിഥിലമാക്കപ്പെട്ടിരുന്ന ഒരു ഇതാണ്, പരസ്പരമുള്ള യുദ്ധങ്ങളായിരുന്നു എന്നൊക്കെ പറയും. യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും പല സ്ഥലത്തുമൊക്കെയുള്ള തർക്കങ്ങളൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഭാരതം എന്ന് പറയുന്ന ഒരു ഏകതാനത സാംസ്കാരികപരമായിട്ട് ഈ ഭൂപ്രദേശത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ പുതിയ ചർച്ചകളൊക്കെ വെച്ചിട്ടുള്ള കട്ടിങ് സൗത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേരളപ്പുഴയോ പാലക്കാട് പുഴയോ മലപ്പുറം പുഴയോ ഇതൊന്നുമല്ല. ഭാരതപ്പുഴ എന്ന് പറയുന്നൊരു പേര് അന്ന് കാലത്ത് എങ്ങനെ വന്നു? അത് ഭാരതം എന്ന ഒറ്റ ഐഡൻറ്റിറ്റി മനസ്സിലുള്ളത് കൊണ്ട്. അതുപോലെ ഒരുപാട് ചടങ്ങുകളിൽ, ഇപ്പോൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കാശി വിശ്വനാഥൻ പങ്കെടുക്കും. പീഠമിട്ട് പൂജയുണ്ട്. അന്ന് 1 മണിക്കൂറോളം സമയം കാശി വിശ്വനാഥ ക്ഷേത്രം അടച്ചിടും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകുന്നത്, അതായത് ഒരു 25 കൊല്ലത്തോളം മുമ്പ്, ആറാട്ടുപുഴ ഉത്സവത്തിൻ്റെ ദിവസമാണ്. അന്ന് അവിടുത്തെ പണ്ഡിറ്റുകൾ പറയുകയാണ്, ദക്ഷിണത്തിൽ ഏതൊരു സ്ഥലത്ത് എന്തോ ഉത്സവം ഉണ്ടെന്ന് തോന്നുന്നു, എന്തിനപ്പോൾ ഇതിങ്ങനെയൊക്കെ അടച്ചിടണമെന്ന് മനസ്സിലാവണില്ലേ. അവർക്കറിയില്ല എവിടെയാണ് ഉത്സവം എന്നറിയില്ല, പക്ഷെ ആ ഒരു ആചാരം തുടർന്നു പോരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ കാശി രാജാവ് ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും കാശി രാജാവിൻ്റെ സദസ്സിലെ അംഗങ്ങളാണ്. കാശി രാജാവ് വിദ്വാനായിട്ടുള്ള രാജാവാണ്. ഈ കാശി വിദ്വത് സഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും. അതുകൊണ്ട് തിരുവിതാംകൂറിനും കൊച്ചിക്കും അടക്കം കാശിയിൽ കൊട്ടാരം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പരസ്പര ബന്ധം ഈ ഭാരതം എന്ന് പറയുന്ന ഒരു ഏക സങ്കല്പം അല്ലെങ്കിൽ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു രാഷ്ട്രം, സാംസ്കാരിക രാഷ്ട്രം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് പിന്നീട് പലതരത്തിലുള്ള കൊളോണിയലിസവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്ന് അതിൻ്റെ വിഭജനങ്ങളും ഛിദ്രമൊക്കെ ഉണ്ടായി. പിന്നെ അതിനെ തുടർന്ന് വീണ്ടും ഇന്ത്യ എന്നുള്ള രൂപത്തിൽ ഇതിനെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ പല ഭാഗങ്ങളും മുറിഞ്ഞു പോവുകയും അതിൻ്റെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു രൂപത്തിൽ വന്നു. ഇപ്പോൾ വീണ്ടും അതിനെ കൂടുതൽ ഛിദ്രമാക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ സാംസ്കാരികമായ ദേശീയതയെ, ഭാരതം എന്ന് പറയുന്ന മഹാസങ്കല്പത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ ധർമ്മത്തിനുള്ള പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് മാഘം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ധർമ്മത്തിനായി, ഭാരതത്തിനായി. അതാണ് നമ്മൾ അതിന് മുന്നോട്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ ഒരു ഭരണ സംവിധാനമായിട്ട് ഇപ്പം ഭരണ സംവിധാനമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ ഭരണ സംവിധാനത്തെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ സംഘടിപ്പിക്കുമ്പം അതിലൂടെ എന്താണ് നമുക്ക് ചെയ്യാൻ? ഈ ജനാധിപത്യ സംവിധാനം തന്നെ മാഘത്തിൽ നിന്നുണ്ടായതാണ്. 12 വർഷം കൂടുമ്പോൾ ഭരണാധികാരി പാശ്ചാത്യർ കൊണ്ടുവന്ന സംവിധാനമല്ല ജനായത്വം. കേരളത്തിൻ്റെ ചക്രവർത്തിയെ തിരഞ്ഞെടുത്തിരുന്നത് മാഘത്തിൽ ജനായത്വ വ്യവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്തിൽ ചെയ്യുന്നത് ഭരണാധികാരികളെ ധർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ധാർമ്മികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഭരണാധികാരികളെ നിർബന്ധിതരാക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകണം എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് അതിലേക്ക് വലിയ ദൂരം പോകേണ്ടി വരില്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതുകൊണ്ടൊക്കെ മാറ്റാവുന്ന രീതിയിലാണോ ഇപ്പം കേരളത്തിലെ ജനാധിപത്യ സംവിധാനം ഉള്ളത്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബംഗാളിൽ അഖാഡകളിലെ കുറച്ച് സന്യാസിമാർ സന്യാസി മ്യൂട്ടിനി എന്ന് പറയുന്ന ഒരു ചെറിയ ലഹളയിൽ നിന്നാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ തുടക്കം. വലിയ വിശാലമായിട്ടുള്ളൊരു കാലത്ത് ഏതാനും പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ദിവസം പോലെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നൊരു ആശയം. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ നവമാധ്യമങ്ങളുടെ ഒരു കടന്നുവരവ്, അങ്ങനെയുള്ള ഈ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ ഒരു സാമൂഹിക സാഹചര്യമൊക്കെ ഇതിനെ അംഗീകരിക്കുന്ന ഒരു കാലം അത്ര എളുപ്പത്തിൽ അത് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള ശക്തികളോ അല്ലെങ്കിൽ ചിന്തകളോ സമൂഹത്തിൽ അത്രത്തോളം പ്രബലമായി പോയില്ലേ? ആ പ്രബലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രമാണം എഴുതി വയ്ക്കുന്നതോ കാണിച്ചു തരുന്നതോ അല്ല, അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രബലത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രബലത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളുടെ പ്രബലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രയാഗ്രാജിലെ മഹാകുംഭ് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ 2001 മുതലുള്ള എല്ലാ കുംഭിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഡൽഹി മലയാളിയും മുംബൈ മലയാളിയും ഒക്കെ അടക്കം അവിടെ വന്നിരുന്നത് 500,000 പേരാണ്. ഈ മഹാകുംഭിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് നമുക്ക് എണ്ണാൻ കഴിഞ്ഞിടത്തോളം തന്നെ 3 ലക്ഷത്തിലധികമാണ്. കേരളത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഞാൻ പ്രയാഗ്രാജിൽ വന്നു എന്ന് പറയുന്ന ഒരു 4-5 പേരെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ വെറുതെ വന്നുപോയി എന്നുള്ളത് മാത്രമല്ല, പണ്ടൊരു കുറി തൊട്ടാൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാച്ച് കളഞ്ഞിരുന്ന മലയാളികൾ ഇന്ന് പ്രയാഗ്രാജിൽ സ്നാനം ചെയ്ത് സന്യാസിമാരെ നമസ്കരിക്കുന്ന ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഹിന്ദുവാണെന്ന്, ഈ ധർമ്മത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും ഈ ധർമ്മത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കുമെന്നും ലോകത്തിനോട് പ്രഖ്യാപിക്കുക. ഈ സമൂഹത്തിൽ ഈ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിലേ ഇതിപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് അധികാരത്തിലിരിക്കുന്നവരാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കുംഭമേളയായിട്ട് പോലും കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ പലതും ഇതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൽ നിന്നും ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ധർമ്മം നശിക്കണം എന്ന് സാധാരണഗതിയിൽ പഴയ കാലത്ത് രാക്ഷസന്മാർ പോലും ഞങ്ങളുടേതാണ് ധർമ്മം, ഒരു ധർമ്മം ഞങ്ങളാണെന്നാണ് പറയാറ്. ഞങ്ങൾ അധർമ്മികളാണെന്ന് രാക്ഷസന്മാർ പോലും പറയാറില്ല.
ഇപ്പോൾ ഇവിടെ ധർമ്മം നശിക്കണമെന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ധർമ്മം പകർച്ചവ്യാധി പോലെയാണെന്ന് പറയുന്ന ഭരണാധിപന്മാർ ദക്ഷിണ ഭാരതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് സ്വാഭാവികമായിട്ടും ധാർമ്മികമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്ക് എന്തോ അപകടമുണ്ടാക്കുന്നു എന്ന് പറയുന്നൊരു ഭയം അവരിലുണ്ടാക്കാം. ആ ഭയം അവരെ കൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിക്കും. പക്ഷേ ഇപ്പോൾ പൊതുവിൽ ആ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ചർച്ചകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ രണ്ട് കാര്യം അവരിതോടുകൂടി അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കുംഭമേളകൾ ഉത്തര ഭാരതത്തിൽ നടക്കുന്ന അവിടെ വളരെ ആചാരപരമായും സാംസ്കാരികപരമായും വിശേഷപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് അവർ അംഗീകരിച്ചു. ഉത്തരഭാരതത്തിലെ ചടങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഇപ്പോൾ അവർ തർക്കമുള്ളൂ. ഉത്തരഭാരതത്തിലെ ചടങ്ങ് വിശേഷമാണെന്നുള്ളത് അവർ അംഗീകരിച്ചു. രണ്ടാമത്, കേരളീയ പാരമ്പര്യത്തെ ഉയർത്തിയെടുക്കണം എന്നുള്ളത് അതും അവർ അംഗീകരിച്ചു. കേരളീയ പാരമ്പര്യമാണ് മഹാമാഘം. ഈ മാഘം ഇതേ സമയത്ത് പ്രയാഗ്രാജിൽ നടക്കുകയാണ്. ജനുവരി 3 തൊട്ട് ഫെബ്രുവരി 15 വരെയാണ് ഈ വർഷത്തെ അതിൻ്റെ സമയം. പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെ അത് നടക്കുകയാണ്. അപ്പോൾ ഇത് കയ്യും കാലും ഒക്കെ ഒരേ ശരീരത്തിൻ്റെ ഭിന്നമായ അവയവങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം പൂർവികരായിട്ടുള്ള ഈ മണ്ണിലെ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാശ്മീരിലും കേരളത്തിലും ഒക്കെ രാമനെന്നും കൃഷ്ണനെന്നും ആളുകൾക്ക് പേരിട്ടിട്ടുണ്ട്. ജാതിഭേദമില്ലാതെ കാളി എന്നുള്ള പേരുണ്ട്, പല പേരുകളും അങ്ങനെയുള്ള ഒരു എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സംഗതികളുണ്ട്. പക്ഷേ ഇന്നാണ് ഇത് കാല് വേറെയാണ്, കൈ വേറെയാണ്, ശിരസ് വേറെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്ത, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്നാണെന്ന് പറയുന്ന ചിന്തയെ ഭയം ഉണ്ടാവും. ആ ഭയത്തിൽ നിന്ന് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ വരും. ഈ ഇപ്പോൾ വൈദേശിക ഭരണം അല്ലെങ്കിൽ വിദേശ മതങ്ങളുടെ പിന്തുണയുള്ള വൈദേശിക ഭരണം അല്ലെങ്കിൽ വൈദേശിക ആക്രമണങ്ങൾ, അതുപോലെ തന്നെ വൈദേശിക പ്രത്യയശാസ്ത്രങ്ങളുടെ കടന്നുവരവ്, ഇതൊക്കെയാണല്ലോ സത്യത്തിൽ നമ്മുടെ ഈ ഭാരതീയമായ ധാരകളെല്ലാം നമ്മൾ മുറിച്ചത് അല്ലെങ്കിൽ അറുത്തുമാറ്റിയതെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ മാറിയ കാലത്ത് അത്തരം ശക്തികളുടെ സ്വാധീനം ഇവിടെയുണ്ട്, സാന്നിധ്യമുണ്ട്. അപ്പോൾ അത്തരം പ്രത്യയശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം മതങ്ങൾക്കോ ഇനി ഇവിടെ ഇടമുണ്ടാവില്ല എന്നാണോ ഈ പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ? എന്താണ് അതിൽ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു ജീവിയുടെ സഹജ പ്രകൃതം അവരെന്തിനാഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യത്തിനാണ് ആഗ്രഹിക്കുന്നത്. ഈ സെമറ്റിക് ധാരയിലുള്ള മതങ്ങളും ആശയങ്ങളുമെല്ലാം ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കരുതുന്ന അടിത്തറയിലാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് വേറെ ഏത് തരത്തിൽ ഇപ്പോൾ ഇത്തരം പരിശ്രമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ആശയങ്ങൾക്കൊന്നും അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. അത് നമ്മൾ ലോകത്ത് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഓരോ സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ വരുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഈ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കുംഭമേള നടക്കാൻ. അപ്പം മാഘം ഇങ്ങനെ വന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്കിൽ കൂടി ഇത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ നമ്മളിപ്പോൾ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞു, അതുപോലെ ഭരണ സംവിധാനത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പിനെ ഇത് എങ്ങനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്വാധീനിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു? ഒരു വളരെ ചെറിയ കാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഭാരതത്തിലെ ആചാര്യന്മാർ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചിട്ടപ്പെടുത്തിയിട്ടില്ല. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സുസ്ഥിതി ദീർഘകാലത്തേക്ക് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാഘമേള ഇവിടെ നടന്നിട്ട് അടുത്ത മാസമോ അടുത്ത തെരഞ്ഞെടുപ്പിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതല്ല. ഈ ഇന്ന് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ ധാർമ്മികതയെ മുൻനിർത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറയുന്ന ഒരു ചിന്തയെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിനും ദേശത്തിനും ലോകത്തിനും മുന്നോട്ട് പോകാൻ കഴിയൂ. അധർമ്മത്തിൽ നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു ചിന്ത നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതിന് ശക്തമായി വരുന്നതിന് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ടല്ല ഋഷീശ്വരന്മാർ ഒന്നും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ഈ സംഗമം
ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ആന്തരികമായിട്ടുള്ള ഉണർവായിട്ട് ശക്തിയായിട്ട് അതിൻ്റേതായിട്ടുള്ള കാലം കൊണ്ട് മാറും. അത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കുകയും ചെയ്യും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാംലല്ല ജന്മസ്ഥാനത്തെ വീണ്ടെടുത്തത്. നമ്മളിപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുംഭമേള പോലുള്ള ഇത്തരം പറഞ്ഞ വിദ്വൽ സദസ്സുകളൊക്കെ ഉൾപ്പെട്ട ഇത്തരം പദ്ധതികൾ മറ്റ് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ജീവിതത്തിൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ അതിന് സാധിക്കുക? ഈ പൊതുവിൽ നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് മതം എന്ന് പറയുന്ന ഒരു വാക്കിലാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുന്നത്. അത് ഇവിടുത്തെ കൊളോണിയലിസം വന്നിട്ടുണ്ടാക്കിയ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എല്ലാവരും ഇതിനെ ഒരു സെമറ്റിക് മത ചിന്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതും ആ തലത്തിലേയല്ല ഭാരതത്തിലെ ആചാര്യന്മാർ ഇവിടെ ധാർമ്മികമായ ജീവിത ശൈലിയെ നിർവഹിച്ചത്. ഇപ്പം നമ്മളിവിടെ ആചാരാനുഷ്ഠാനങ്ങളായി പറയുന്നതെല്ലാം ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നിഷ്ഠകളാണ്. ഇപ്പോൾ ഏറ്റവും നമ്മൾ ഇവിടെ നിൽക്കുന്നത് തിരുനാവായ നാവാമൂന്നര മണ്ണിലാണ്. ഇത് ദക്ഷിണ ഗയ എന്ന് വിഖ്യാതമാണ്. ദിവസവും നൂറുകണക്കിന് പേര് ബലിതർപ്പണം ചെയ്യാൻ വരുന്നതാണ്. ഈ ബലിതർപ്പണത്തിൻ്റെ ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള ചടങ്ങായിട്ടുള്ള മഹാലയ ശ്രാദ്ധത്തിൻ്റെ അവസാനത്തെ സങ്കല്പം, ഉദകം കൊടുക്കുമ്പോഴുള്ള സങ്കല്പം, അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്. സമസ്ത പ്രപഞ്ചത്തിലെയും കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും ഞാൻ ഉദകം നൽകുന്നു, അതെല്ലാം അക്ഷയമായിരിക്കട്ടെ. ആ അക്ഷയമായിരിക്കുന്നതിലാണ് എൻ്റെ അക്ഷയമായ നിലനിൽപ്പ്. ഈ സങ്കല്പം ഒരാളുടെ ഉള്ളിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടെങ്കിലും വരാൻ വേണ്ടിയിട്ടാണ് ഈ ആചാരവും അനുഷ്ഠാനവും ചിട്ടപ്പെടുത്തുന്നത്. അതിനനുസൃതമാണ് എല്ലാ ആചാരവും അനുഷ്ഠാനവും. ഇത് ഏതെങ്കിലും ഒരു മതസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്താധാരയിലുള്ള ആൾക്കോ മാത്രമായിട്ടുള്ളതല്ല. അത് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ശീലിപ്പിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലമുണ്ടായാൽ ആ ശീലം അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരാൾക്ക് മാനസിക ശാരീരിക ആരോഗ്യങ്ങളുണ്ടാക്കി അവനവനിലൊരു ഉണർവായി ആ ഉണർവോട് കൂടിയിട്ട് സ്വന്തം വ്യക്തി ജീവിതത്തെ ശ്രേയസ്കരമാക്കാൻ സഹായിക്കുകയാണ് ചെയ്യും. അപ്പോൾ അമൃതുമായിട്ടുള്ള സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒട്ടുമിക്ക കുംഭ മാഘ പുഷ്കരമേളകളൊക്കെ. ഇപ്പോൾ ഇവിടെ തന്നെ ശാസ്താവ് ഈ നദിയിൽ നിന്ന് അമൃത കലശവുമായി ഉയർന്നു വന്ന ശാസ്താവാണ് ഈ തിരുനാവായയിലുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഈ അമൃത് എന്ന് പറയുന്നത് തന്നെ പല പെരുമാറ്റങ്ങൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട്, സംഘർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്ന എല്ലാ വിഷങ്ങളെയും പുറത്ത് കളയുന്ന ശക്തിയായിട്ട്, അങ്ങനെയുള്ള അമൃതമായിട്ട് നമ്മളിൽ ഉള്ളിൽ മാറുകയാണ് ഈ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ. ധാർമ്മികമായിട്ടുള്ള ചിന്ത എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ എന്തായാലും നമ്മൾ കുറേ എതിർപ്പുകളുടെയൊക്കെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു. എന്തായാലും അതിനൊക്കെ നമ്മൾ മറികടന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് കടക്കുകയാണ്, ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എതിർപ്പുകളെല്ലാം ഇപ്പം ഒടിഞ്ഞു. ഇപ്പോൾ എന്താ സ്ഥിതി? എതിർപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് തന്നെയില്ല, ചിന്തിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ഏത് ദിവസങ്ങളിലാണ് ഇവിടെ വിശ്വാസികൾക്ക്, ഭക്തർക്ക് വരാൻ പറ്റുക അല്ലെങ്കിൽ വരേണ്ടത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ? അതായത് പൊതുജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള സനാതനധർമ്മ വിശ്വാസികൾക്ക് പങ്കെടുക്കാവുന്ന ചടങ്ങുകളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഈ മാഘത്തിൻ്റെ കുംഭത്തിൻ്റെ പുഷ്കരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് സ്നാനമാണ്. നമ്മളുടെ ആചാര്യന്മാർ കണ്ടെത്തിയ ശാസ്ത്ര പദ്ധതി അനുസരിച്ച് ശരീരത്തിന് പ്രധാനപ്പെട്ടത് പ്രാണനാണ് എന്നുള്ളതുപോലെ പ്രാണനിലാണ് ദേവത എന്ന് പറയും. പ്രകൃതിക്ക് പ്രധാനപ്പെട്ടതാണ് തീർത്ഥം, തീർത്ഥത്തിലാണ് ദേവത എന്ന് പറയും. ഇപ്പോൾ ആ തീർത്ഥത്തിന് നമ്മുടെ ആധുനിക ശാസ്ത്രം പരിശോധിച്ചാൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലമാണ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ജലമാണ്, ജീവൻ ഉത്ഭവിച്ചത് ജലത്തിൽ നിന്നാണ്, നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ജലത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാരായണൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത്, നാരത്തിൽ ജലത്തിൽ അയനം ചെയ്യുന്ന ആൾ എന്നുള്ള നിലയിൽ. അപ്പോൾ ആ തീർത്ഥത്തിലാണ് ദേവത. ഋഷീശ്വരന്മാർ പ്രകൃതിയിലെ ഒരു പ്രത്യേക ശക്തി വിശേഷം. അതിപ്പോൾ നമുക്ക് തന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല സ്വസ്ഥത തോന്നും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ആകെ ഒരു അസ്വസ്ഥത തോന്നും. ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നും, ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അവരോട് അധികം നേരം അവരുടെ അടുത്ത് നിൽക്കാൻ തോന്നില്ല. ഇതൊക്കെ ഒരു പരസ്പരമുള്ള എനർജി ലെവലുകളുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ അവർ മോശക്കാരായിട്ടോ നല്ല ആളുകളായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഇതുപോലെ പ്രകൃതിയിൽ പ്രത്യേകമായ സ്ഥലങ്ങളിൽ പ്രത്യേകമായ സമയങ്ങളിൽ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ശക്തിയുടെ എനർജിയുടെ വലിയ സ്രോതസ്സുകൾ ഉണ്ട് എന്ന് ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഓരോ ചെടികളിലെയും മരുന്നുകളെ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധിയോടുകൂടി ഏകാഗ്രമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധനാ പദ്ധതിയിൽ ജപമോ പാരായണമോ എന്തിലെങ്കിലും ഏർപ്പെട്ടാൽ ആ ശക്തി നമ്മളിൽ ഉണർവായിട്ട് മാറും, നേരത്തെ പറഞ്ഞ അമൃതമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആ സ്നാനം അത് മാഘം എന്ന് പറഞ്ഞാൽ പൗഷപൗർണമി തൊട്ട് ശിവരാത്രി വരെയുള്ള മുഴുവൻ സമയവും, അതിലെ ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് മൗനി അമാവാസി തൊട്ട്, അതായത് ഇന്ന് തൊട്ട് മാഘപൗർണമി. കേരളത്തിൽ അത് വിശേഷമായിട്ട് മകൻ നക്ഷത്രം. മകൻ നക്ഷത്രം എന്ന് പറയുന്നത് മാഘത്തിൻ്റെ മലയാളമാണ് മകം. പഴയ കാലത്ത് പൂർണിമ വന്നിരുന്നത് ഈ മകൻ നക്ഷത്രത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആ പൂർണിമ വരുന്ന നാൾ വെച്ചിട്ടാണ് മാസങ്ങൾക്ക് ശകവർഷത്തിൽ പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ മകൻ നക്ഷത്രം ഇന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മകൻ നക്ഷത്രം വരെയുള്ളൊരു സമയം ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ വലിയ തിഥികൾ, വിശേഷപ്പെട്ട തിഥികൾ, ഗണേശ ജയന്തി, വസന്തപഞ്ചമി, ശാരദാ പഞ്ചമി, സരസ്വതി പൂജയ്ക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ളത്, സൂര്യൻ്റെ അവതാര ദിവസമായിട്ടുള്ള രഥസപ്തമി, ഭീഷ്മാഷ്ടമി, വിഷ്ണു സഹസ്രനാമം അവതരിച്ച ദിവസം. ഇതൊരു ഗുപ്ത നവരാത്രിയാണ്, ദശമഹാവിദ്യയുടെ സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതിൻ്റെ മഹാനന്ദ നവമി, ഗുപ്ത വിജയദശമി, ജയ ഏകാദശി, മാഘപൂർണിമ, ഇതൊക്കെ അത്രയും വിശേഷപ്പെട്ട തിഥികളാണ് ഈ സമയത്തുള്ളത്. അപ്പം ഇന്ന് മുതൽ ഈ മകൻ നക്ഷത്രം ഫെബ്രുവരി 3 വരെയുള്ള സമയത്ത് ഇവിടെ വരിക, സ്നാനം ചെയ്യുക, ഇവിടെ നടക്കുന്ന ജപങ്ങളിൽ, പാരായണങ്ങളിൽ, ദേവതാർച്ചനകളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ആളുകൾക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ ഇതിൻ്റെ സംഘാടകർ എന്ന് പറയാൻ ആരാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സംഘടനകളൊക്കെയാണ് ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി? ഇത് മുന്നോട്ട് എങ്ങനെയാണ് പോവുക അടുത്ത വർഷങ്ങളിൽ? അതായത് കുംഭമേള പാരമ്പര്യമായിട്ട് ഇത്തരം സംഗമങ്ങളൊക്കെ അതിൻ്റെ ആചാരപരമായിട്ടുള്ളൊരു സംഘാടക നേതൃത്വം വഹിക്കുന്നത് അഖാഡകൾ എന്ന് പറയുന്ന സന്യാസി സമൂഹമാണ്. ആ അഖാഡകളിൽ ഏറ്റവും പ്രാചീനവും ഏറ്റവും വലുതുമായിട്ടുള്ള അഖാഡയാണ് ശ്രീപഞ്ചദശനാം ജൂന അഖാഡ. ഞാൻ ആ ജൂന അഖാഡയുടെ ഭാഗമായിട്ടുള്ള മഹാമണ്ഡലേശ്വരാണ്. ഇപ്പോൾ അഖാഡയുടെ ആഭിമുഖ്യത്തിലാണ് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നടക്കുന്നത്. പക്ഷേ മാഘത്തെ സംബന്ധിച്ച്, കുംഭിനെ സംബന്ധിച്ച് അതിന് സംഘടനകളൊന്നുമില്ല. അതെല്ലാവരുടെയുമാണ്. ഓരോരോ പരമ്പരകൾ ആ പരമ്പരകളുടെ നിയമത്തിനനുസരിച്ച് വന്ന് സ്നാനം ചെയ്യുന്നു, അവരവരുടേതായിട്ടുള്ള ആചരണങ്ങളിൽ ഏർപ്പെടുന്നു. ചിലർ അവിടെ സർവീസ് ചെയ്യും, ചിലർ അവരവിടെ എന്തെങ്കിലും കാര്യക്രമങ്ങൾ സംഘടിപ്പിക്കും. അവിടുത്തെ സൗകര്യങ്ങൾ, ആ പ്രദേശത്തെ സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയാണ് പൊതുവിൽ, അതായത് എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ധാർമ്മികരായ എല്ലാവരും വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ എന്നുള്ള നിലയിൽ, പരമ്പരകൾ എന്നുള്ള നിലയിൽ പരമ്പരകൾ എന്നുള്ള നിലയിൽ ഇതിൽ പങ്കാളികളാണ്. അതിൽ ഉപരിയായിട്ട് ഇതിൻ്റെ ഇത്തരം നമ്മളുടേതായിട്ടുള്ള നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കാളികളാകുന്നത് അമൃതാനന്ദമയി മഠം, പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ, ഇവിടെ നിള ആരതി, കാശി ആരതി കൃത്യമായിട്ട് എല്ലാ ദിവസവും നടത്തുന്നുണ്ട്, ഗംഗയിൽ ചെയ്യുന്നത് പോലെയുള്ളത്. പിന്നെ ഗായത്രി ഗുരുകുലം, ഇവിടെ വൈദികമായ കാര്യങ്ങൾ യോജിപ്പിക്കുന്നത് അവരാണ്. ഭാരതീയ ധർമ്മപ്രചാര സഭ കോഴിക്കോട് നിന്നുള്ള ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ രഥയാത്ര ഇന്ന് കാലടിയിലെ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. അത് 22-ന് ഇവിടെ എത്തിച്ചേരും. പിന്നെ ഒരുപാട് ആചാര്യന്മാർ, അതായത് കേരളത്തിലെ സാമുദായിക ലിംഗ ഭേദമൊന്നുമില്ലാതെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നോട്ട് വടക്കേ അറ്റം വരെയുള്ള മുഴുവൻ ആചാര്യന്മാരും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വലിയ യജ്ഞം നടക്കുന്നുണ്ട്. അത് ഗുരുവായൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള സായി ആശ്രമത്തിൻ്റെ മൗനയോഗി ഹരിനാരായൺജിയാണ് അതിൻ്റെ യജമാനത്വം വഹിക്കുന്നത്. അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് അതിനെ സംയോജിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു താന്ത്രിക ക്രിയാപദ്ധതിയായിട്ട് അതിലെല്ലാ ആചാര്യന്മാരും, അതായത് കേരളത്തിലെ ഭിന്നമായിട്ടുള്ള സമുദായങ്ങളിൽ, ഭിന്നമായിട്ടുള്ള പരമ്പരകളിൽ ലിംഗഭേദം ഒന്നുമില്ലാതെ ഒക്കെയുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ക്രിയാപദ്ധതികൾ നടക്കുകയാണ്. അവിടെ തൈപ്പൂയം കൂടിയാണ് മാഘപൗർണിമ വിശേഷമായിട്ടുള്ളത്. അന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്ന ഒരു ആണ്ടിയൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആചാരമാണ്. അതായത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും, അതിൽ കാർത്തികസ്വാമിയും ആണ്ടിയായി വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. പാണ്ടിയൂട്ടും അതിൻ്റെ കാവടിയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ LMRK ക്യാപ്റ്റൻ രജിത് കുമാർജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ വിവിധ സംഘടനകളുടെ ഒരു സംയോജനം, അമേരിക്കൻ മലയാളികളുടെ അസോസിയേഷൻ ആയിട്ടുള്ള മന്ത്ര ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പല സംഘടനകളും അവരവർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പങ്കാളിത്തം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ ഇതൊരു പുതുമയാണ്. കാരണം ഇപ്പം
ഉത്തരഭാരതത്തിൽ നടക്കുന്ന ഇത്തരം കുംഭമേളകളൊക്കെ കണ്ടിട്ടുണ്ട്, ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾക്കാർ അവിടെ പോയി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊരു പുതുമയാണ്. അപ്പോൾ എന്തായാലും ഉത്തരഭാരതത്തിന് കുറേ ആൾക്കാരെ കൂടെ വരാൻ സാധ്യതയുണ്ട്, സന്യാസിവര്യന്മാരും അതുപോലെ തന്നെ സനാതനധർമ്മ പ്രചാരകരും വിശ്വാസികളും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആൾക്കൂട്ടം, അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ആരെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് മാഘത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുംഭിനെ സംബന്ധിച്ചിടത്തോളം ആരെയും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പരമ്പരയും ആ പരമ്പര അനുസരിച്ച് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വീണ്ടും മാഘം പുനരാരംഭിച്ചു എന്നുള്ളത് ഇന്നത്തെ നവമാധ്യമങ്ങളുടെയൊക്കെ ഒരു പ്രചാരം കൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ സാമാന്യമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പൊക്കെ നടക്കുക, തുടർന്ന് നടക്കുന്ന നടന്നു പോരുന്ന കുംഭമേളകളിലൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഈ നാസിക് കുംഭമേള അടുത്ത വർഷം വരികയാണ്, ഉജ്ജയിൻ കുംഭമേള അതിന് അടുത്ത വർഷം വരികയാണ്. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ഈ 12 വർഷം കൂടുമ്പോഴുള്ള പെരുമാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശേഷിച്ച് നടക്കുന്ന മഹാമാഘം വ്യാഴം സിംഹരാശിയിൽ വരുമ്പോഴാണ്. അത് 2028 ഉജ്ജയിൻ സിംഹസ്ഥ എന്ന് പറയും. ആ സിംഹസ്ഥയുടെ സമയത്താണ്, ഉജ്ജയിനിലും സിംഹസ്ഥ തന്നെയാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഉത്തരഭാരതത്തിലും ഭാരതത്തിൽ എല്ലായിടത്തുമുള്ള ആചാര്യന്മാരും പരമ്പരകളും ഒക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയും. അങ്ങനെ ഒരു കാലക്രമേണ ഇവിടെയും വലിയ രീതിയിലുള്ള സന്യാസി സംഗമമായിട്ട് മാറും. ഈ വർഷം സത്യത്തിൽ ഇത്രയും വിപുലമായിട്ട് പോലും നടക്കുമെന്ന് നമ്മൾ അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ജനങ്ങളോട് അറിയിക്കുക ഒരു ചെറിയ രീതിയിലുള്ളൊരു തുടക്കം എന്നുള്ളതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അത് വലിയ രീതിയിൽ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചു, വലിയ രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഈ വർഷം തന്നെ നടക്കുകയാണ്. നമ്മളത് ശരിക്കും ഉജ്ജയിൻ ഒരു കുംഭമേളയുടെയൊക്കെ ഒരു സമയത്താണ് കുറച്ചുകൂടി ഇപ്പോൾ ഉള്ള തരത്തിലുള്ളൊരു വിപുലമായി നടക്കുന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഉത്തരഭാരതത്തിലുള്ള ആചാര്യന്മാരും പരമ്പരകളും ഒക്കെ. പക്ഷേ ഈ നാസിക് ഉജ്ജയിൻ കുംഭമേളകളൊക്കെ അനുബന്ധിച്ചിട്ടാണ് ഇവിടേക്ക് വലിയ രീതിയിൽ എത്താൻ സാധ്യത. അപ്പോൾ അറിഞ്ഞ് പലരും വരാം.